അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കാവാലൻചിറ പൊതുകുളം 4 ഭാഗവും മുകൾ ഭാഗവും വല ഉപയോഗിച്ച് അടച്ചുകെട്ടിയതിനെതിരെ നാട്ടുകാരുടെ പരാതി. ജനങ്ങൾ ഉപയോഗിക്കുന്ന കുളം മത്സ്യം വളർത്തലിനായി സ്വകാര്യ വ്യക്തികളാണ് അടച്ചുകെട്ടിയത്. സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ഉപയോഗിച്ച് നവീകരണം നടത്തിയ പഞ്ചായത്ത് കുളമാണ് കാവാലൻചിറ. പരിസരവാസികൾക്ക് കുളിക്കുവാനും വസ്ത്രങ്ങൾ അലക്കുവാനും നീന്തൽ ഉൾപ്പെടെയുള്ള വിനോദങ്ങൾക്കുമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് 5 ഏക്കർ വിസ്തൃതിയിലുള്ള കുളം നവീകരിച്ചത്. എന്നാൽ പഞ്ചായത്ത് കുളം ഏതാനും ചില വ്യക്തികൾക്ക് മത്സ്യകൃഷി ചെയ്യുന്നതിന് പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ 5 അംഗ കർഷകർക്ക് 5 വർഷത്തേക്കാണ് കുളം നൽകിയിട്ടുള്ളത്. വല കെട്ടി മൂടിയതോടെ കുളത്തിലിറങ്ങുവാനും കുളിക്കുവാനും അലക്കുവാനും സ്വാഭാവിക മത്സ്യബന്ധനത്തിനും കഴിയാത്ത സാഹചര്യമായെന്ന് നാട്ടുകാർ പറയുന്നു. മണ്ടംപറമ്പ്, പതിയാരം പ്രദേശങ്ങളിൽ 100-ൽ പരം ആളുകൾ ഒപ്പുവെച്ച പരാതി പഞ്ചായത്ത് അധികൃതർക്ക് നൽകി. ഏകദേശം ഇപ്പോൾ ഒരു 2.5 കോടിയോളം PK ബിജു ഫണ്ട് ചെലവാക്കിയിട്ട് നമ്മൾ പുനരുദ്ധീകരിച്ചിട്ട് നല്ല രീതിയിലാക്കി വന്നൊരു ചിറ, നമ്മുടെ നാടിൻ്റെ പൊതുസ്വത്തായിട്ടിരുന്നൊരു ചിറ ഇപ്പോൾ കുറച്ച് പേർക്ക് പ്രൈവറ്റായിട്ട് തീരെ എഴുതി കൊടുത്ത പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇതിപ്പോൾ അടച്ചു കെട്ടിയ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ നീന്തം ഇവിടെ കുറച്ച്, അല്ലെങ്കിൽ കുളിക്കാൻ മാത്രം ഇവിടെ ഒരു സ്ഥലം ഒഴിവാക്കി വിട്ടിട്ട് ബാക്കി മൊത്തം മീൻ വളർത്തുക എന്നുള്ള ഒരു പേരിൽ മൊത്തം അടച്ചു കെട്ടിയതാണ്. പഞ്ചായത്തിലും അത് കമ്പ്യൂട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തിൽ നമ്മളിത് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ ഫിഷറീസ് വകുപ്പിലും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരിപ്പോൾ നിലവിൽ കോൾപ്പാടത്ത് മാത്രം സീസണിൽ ഉള്ള കൃഷിക്ക് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മളത് അറിഞ്ഞത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നീന്തം പഠിക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ പറ്റാത്ത രീതിയിൽ ഉപയോഗശൂന്യമായ രീതിയിൽ അടച്ചു കെട്ടാൻ പ്രൈവറ്റ് പൊതുസ്വത്തായിട്ട് നമ്മളിത് കൊടുത്തിട്ടില്ല. ഇത് നാട്ടുകാരുടെ പൊതുവായിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് ഗവൺമെന്റിന്റെ നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പ്രൈവറ്റായിട്ട് 4-5 പേര് കയ്യാളി വെച്ച ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കണ്ടതിൻ്റെ മുകളിൽ കുറച്ച് പേർക്ക് നമുക്കുണ്ടായ മാനസികവും അതുപോലെ നാട്ടുകാർ പറഞ്ഞിട്ടുള്ള ഒരു വിഷമത്തിന്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു ഇതിപ്പോൾ ആൾക്കാർ കുറച്ച് പേര് ഇപ്പോൾ ഈ വന്നു കയറിയവരെല്ലാവരും നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് പരസ്പരം ചർച്ച ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതായിട്ട് വന്നവരല്ല. അവര് താൽക്കാലികമായിട്ട് അവരിങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതെന്തിപ്പോ ഇങ്ങനെ അടച്ചു കെട്ടിക്കണം, എന്താ ഉണ്ടായിക്കണെന്ന് ചോദിച്ചു വന്നിട്ടുള്ള ആൾക്കാർ മാത്രമാണുള്ളൂ. കുളത്തിന്റെ ഈ പുനരുദ്ധാരണം എന്തിനാ വെച്ചാലേ ഈ നീർത്തടം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കുളമാണ്, നന്നാക്കിയിട്ടുള്ള കുളമാണ്. ഇതിപ്പോ ഇവരവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇത് ഈ മീൻ വളർത്തലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവര് ഇനിയിപ്പോ ഈ പാടത്തെ വെള്ളത്തിന്റെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവരിത് വെള്ളം അടിച്ചു കൊടുക്കാത്ത ഒരു രീതിയിൽ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇവരിത് മീനിന്റെ ആവശ്യം വരുമ്പോൾ ഇവരത് വേനൽക്കാലത്ത് ഒരു ഉപയോഗമില്ലാത്ത പാടത്തേക്ക് ഉപയോഗം ഇല്ലാത്ത സമയത്ത് ഇവര് വെള്ളം അടിച്ചു പറ്റിച്ചിട്ടാണ് ഇപ്പൊ ഇവര് ലേലം കൊടുത്ത ആൾക്കാര് ഇപ്പൊ ഈ വേനലിലേക്കൊക്കെ മീൻപിടുത്തുണ്ടായി. അപ്പോൾ പാടത്തിന് മറ്റേ കൃഷിയുടെ സമയത്ത് ഇവര് വെള്ളം അടിച്ചു കൊടുക്കാതെ കെട്ടിവെക്കുകയും ചെയ്യുക. കൃഷിക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇവര് വെള്ളം അടിച്ചു വറ്റിച്ചിട്ട് ആൾക്കാർ കുളിക്കുന്ന സമയത്ത് ഉപയോഗമില്ലാത്ത പോലെ വെള്ളം അടിച്ചിട്ട് ഒരാഴ്ചത്തോളം വെള്ളം അടിച്ചു വറ്റിച്ച് മീൻപിടുത്തമൊക്കെ നടത്തിയവര്. വേനൽക്കാലത്ത് പരിസരവാസികളുടെ പ്രധാന ജലസ്രോതസ്സാണ് കാവാലൻചിറ. കൃഷിക്കും കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ചുറ്റുമുള്ള വനപ്രദേശത്ത് നിന്ന് ഒട്ടേറെ വന്യമൃഗങ്ങളും പക്ഷികളും കടുത്ത വേനലിൽ ജലദാഹം തീർക്കാനും കുളത്തിലെത്തും. വലയിട്ട് അടച്ചുകെട്ടിയതോടെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം കുടിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കുളത്തിലെ നാടൻ മത്സ്യസമ്പത്ത് നശിക്കുവാനും ഇത് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം പൊതുകുളം അടച്ചുകെട്ടുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറി അനുമതി നൽകിയിട്ടില്ലെന്നും പൊതുജനങ്ങൾ ഇറങ്ങുന്നതും സ്വാഭാവിക മത്സ്യബന്ധനവും തടസ്സപ്പെടുത്താൻ കഴിയില്ലെന്നും കുളം പാട്ടത്തിന് നൽകുവാൻ തീരുമാനമെടുത്തിട്ടേയുള്ളൂവെന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. നീർത്തട സംരക്ഷണ പദ്ധതിയിലുള്ള കുളം അടച്ചുകെട്ടുന്നതിനെതിരെ ജില്ലാ കളക്ടർക്കും ഫിഷറീസ് വകുപ്പിനും വകുപ്പ് മന്ത്രിക്കും നാട്ടുകാർ പരാതി അയച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി. You are watching VCV News.